ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൗലു ഫ്രോം നോർത്ത്. ഞങ്ങൾ ഇനി അടുത്ത ഒരു ട്രിപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണെന്ന് അറിയില്ല. ഇതിന് പറയുന്ന പേര് ഉടുമൽപേട്ടാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെയാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്, വെരി ഫേമസ് ഹിൽ സ്റ്റേഷൻ. എനി ഗെസ്സസ്? വേറെ ഒന്നുമില്ല, ഞങ്ങൾ മൂന്നാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഉടുമൽപേട്ട് വഴിയാണ്, കോയമ്പത്തൂരിന് ഉടുമൽപേട്ട് വഴിയാണ് ഞങ്ങൾ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സീനറിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മൂന്നാറിൻ്റെ ടീ പ്ലാന്റേഷൻസ് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ചുമ്മാ അല്ല, മൂന്നാർ ഇത്രയും ഫേമസ് ഒരു ഡെസ്റ്റിനേഷനായി മാറി. അപ്പോൾ വേസ്റ്റൊക്കെ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങളിലാണ്. നല്ലൊരു രസമാണ് കേട്ടോ. ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്ന വഴിക്കുള്ള വേറെ ഹോട്ടൽസാണ്. ഇപ്പം മൂന്നാറിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ കൺജസ്റ്റഡ് ഏരിയ ആയി മാറി ഇപ്പം മൂന്നാർ. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറേ സീനറികളുണ്ട് കേട്ടോ. പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഗ്രാൻഡ് വാലിയാണ്. പേരിലുള്ള പോലെ തന്നെ ഒരു വാലിക്കകത്താണ് അത്. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. കുറേ യൂക്കാലി മരങ്ങളാണ്. നല്ല രസമാണ്. വലിയ ചൂടില്ലായിരുന്നു കേട്ടോ, എന്നാൽ വലിയ തണുപ്പും ഇല്ലായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു മോർണിംഗ് ഇതിൽ. അപ്പോൾ ആ റിസോർട്ടിലെത്തി. ഇതിപ്പം ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഗ്രാൻഡ് വാലി. ശരിക്കൊരു വാലിക്കകത്താണ്. അപ്പോൾ ഇത് ഇറങ്ങി വരുന്ന വഴി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നല്ലൊരു ഇറക്കമാണ് ഇത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ജീപ്പിലൊക്കെ ട്രിപ്പ് അടിക്കണേ. നമ്മുടെ നോർമൽ വണ്ടിയിൽ ഇറങ്ങിപ്പോകാനൊക്കെ കയറാൻ പാടാണ്. ഒരു പ്രാവശ്യം നമ്മൾ വണ്ടി ഇറക്കിയാൽ പിന്നെ നമ്മൾ പോകാൻ നേരം മാത്രമേ കയറ്റത്തുള്ളൂ. റിസപ്ഷനിലുള്ള ഞങ്ങൾക്കൊരു വെൽക്കമിങ് ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മോൾ വെൽക്കമിങ് GMൻ്റെ വക. നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ്, പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മളെ പൊന്നട അണിയിക്കുന്നു ഞങ്ങളെല്ലാവരെയും. നല്ല രസമായിരുന്നു കേട്ടോ. റിസപ്ഷൻ ഞങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഒരു പൊന്നട അങ്ങനെ. ഇപ്പം ഇത് റിസപ്ഷൻ ഏരിയയാണ്. പുള്ളി ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും നമ്മുടെ കീക്ക് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിസപ്ഷൻ്റെ സൈഡിന് കാണുന്ന കാഴ്ചകളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്തുകൊണ്ടാണ് ഇതൊരു വാലി പറയുന്നത്. അപ്പം അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ്. അത് ശരിക്കൊരു വാലിക്കകത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്തു. ഇത് റൂമിൻ്റെ ബാൽക്കണിക്കകത്ത് കാണുന്ന കാഴ്ചകളാണ്. ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അടിയിൽ. നമ്മൾ രാത്രി ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകും. അതിൻ്റെ സൈഡിലൊരു ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നൈറ്റിൽ ഞാൻ ആ വ്യൂ ഒക്കെ കാണിക്കാം അതിൻ്റെ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു GMൻ്റെ വക. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റിയായിരുന്നു. ആ റിസപ്ഷൻ ഏരിയയിൽ തന്നെയുള്ള റീക്രിയേഷൻ ഏരിയ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് റെസ്റ്റ് എടുത്ത് ഇനി ഞങ്ങൾ അഡ്വെഞ്ചർ സ്പോർട്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മൂന്നാറും വാഗമണൊക്കെ ഇപ്പം ഭയങ്കര ഫേമസ് ആണ് അഡ്വെഞ്ചർ സ്പോർട്സിന്. അപ്പോൾ നിങ്ങളൊരു അഡ്വെഞ്ചറസ് പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല അടിപൊളി അഡ്വെഞ്ചർ സ്പോർട്സ് ഉണ്ട്. ഞാൻ അത്രയ്ക്കൊരു അഡ്വെഞ്ചറുള്ള ആളല്ല, അത് കാരണം ഞാൻ എല്ലാത്തിനൊന്നും കൂടിയില്ല. എൻ്റെ കൂടെയുള്ള എൻ്റെ നീസും മക്കളൊക്കെ അതിൽ ട്രൈ ഔട്ട് ചെയ്തു. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് അഡ്വെഞ്ചർ. ഇത് നമ്മൾ റോപ്പ് ഇതിൽ പോകുന്നത്. നല്ല രസം. ഒരു കുഴിക്കകത്താണ്. നല്ല ഗട്ട്സുള്ള ആൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ നീസിന് ഭയങ്കര ഗട്ട്സായി കാരണം അവളെല്ലാം ട്രൈ ഔട്ട് ചെയ്തു. ഇതും വേറെ ഒരു അഡ്വെഞ്ചർ ഇതായിരുന്നു. ഇങ്ങനെ ഒരു വള്ളിയിൽ നമ്മുടെ മുകളിൽ കയറ്റിയിട്ട് പെട്ടെന്ന് വിടിയിക്കും. അപ്പോൾ പെട്ടെന്ന് വിടിയിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ പേടിയാവും കേട്ടോ. അവൾ ശരിക്കുള്ള അഡ്വെഞ്ചറസ് ആളായ കാരണം അവൾ അതിലെല്ലാം ട്രൈ ഔട്ട് ചെയ്തു. ആ പുറകെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പാതി ബ്രിഡ്ജ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം ബ്രിഡ്ജ്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന ഒരു ചെറിയ വുഡൻ പാനലുള്ള ബ്രിഡ്ജ്. ആ വഴി നമ്മൾ കയറി മോളിൽ പോയി വേറെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നല്ല രസമാണ്. ഞാനതൊന്നും ട്രൈ ഔട്ട് ചെയ്തില്ല, ബിക്കോസ്
എനിക്ക് ശരിക്കും പേടിയാണ്. ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന ഞാൻ ആ ഇറങ്ങിപ്പോകുന്ന വഴി നിങ്ങൾക്ക് വേണ്ടി സ്പീഡായിട്ട് കാണിക്കുക. അത്രയ്ക്ക് നീണ്ട വഴിയായി കാരണം വീഡിയോ ഒത്തിരി വലിച്ച് നീട്ടണ്ട പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കാണിച്ചതാണ്. ഞങ്ങൾ ഡ്രസ്സ് മാറി ഉടനെ സ്വിമ്മിങ് പൂളിലോട്ടൊക്കെ പോയി. അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, ഐ ലവ് മൂന്നാർ പറഞ്ഞ്, നല്ല രസമാണ്. അപ്പോൾ വൈകിട്ടായപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ വന്നു. അവിടെ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് സീസോ ഒക്കെ ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഏരിയയിൽ ഒരു ചെറിയ ക്യാമ്പ് ഫയറൊക്കെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂ നല്ല രസമാണ് കേട്ടോ. ഹോട്ടലിൻ്റെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാണ് ആ ക്യാമ്പ് ഫയർ. അവിടെ ഒത്തിരി പേര് ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള കാരണം എല്ലാവരും വന്ന് ഒരു കുഞ്ഞു കൊച്ച് നല്ല ഡാൻസൊക്കെ ചെയ്ത് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് മോർണിംഗിൻ്റെ ഉള്ള വ്യൂ ആണ്. നമ്മൾ വട്ടവട പറഞ്ഞ സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ടീ ഗാർഡൻ്റെ അവിടെ നിർത്തിയ ഒരു കാഴ്ചയാണ്. നല്ല ഭംഗിയായിരുന്നു. ഇത് ഞങ്ങൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇതാ വട്ടവട പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. അപ്പോൾ ഇവിടെ നമ്മളിപ്പം അവിടുത്തെ സ്ട്രോബെറി കൃഷി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂട്ടറിലുള്ള അയാളുടെ ഫാമിലോട്ട് കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് കാണിക്കാൻ സ്ട്രോബെറി കാണിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഫ്രീ ആയിട്ട് പറഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ഫ്രീ ആയിട്ട്, ബട്ട് മേടിക്കണമെങ്കിൽ സാധനങ്ങൾ നമുക്ക് പൈസ കൊടുക്കണം. ഇത് നിങ്ങൾക്ക് കാണാം റെഡ് അതെല്ലാം സ്ട്രോബെറിയാണ് കേട്ടോ. ഇതെല്ലാം സ്ട്രോബെറി ഫാമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ പോയി ഫ്രഷ് സ്ട്രോബെറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. ഞങ്ങൾ ഒരു ജാമും സ്ട്രോബെറിയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ ശരിക്കും വിശന്നിരിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരം ഒരു ഡാം കണ്ടു. അതാണ് ഒരു ഫേമസ് കുണ്ടല ഡാം പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ ഓർത്ത് ഞങ്ങൾ അവിടെ അങ്ങോട്ട് നടക്കുന്നു. ശരിക്കും ടയേർഡായിരുന്നു ആ സമയത്ത്. കുറേ കടകളുണ്ട് കേട്ടോ വഴിയിൽ, സൈഡിൽ വഴിയുടെ 2 സൈഡിലായിട്ട് കുറേ കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഡാമിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ശരിക്കും വേദനെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല വേർത്തിട്ടാണ്. ഇത്രയും നടന്നതിൻ്റെ കാഴ്ച കണ്ടാൽ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അത്ര ഭംഗിയാണ്. ഇത് ആ ഡാമിലോട്ട് കയറുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അതിന് ബോർഡ് കുണ്ടല ഡാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ നല്ല വ്യൂ ആണ്. ഞാൻ കുറച്ചും കൂടി അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നു. നിങ്ങളെപ്പോൾ മൂന്നാർ വന്നാൽ കുണ്ടല ഡാം കണ്ടിട്ടേ പോകാവുള്ളൂ. നല്ലൊരു രസമാണ് കേട്ടോ ഈ ഡാം കണ്ട. അപ്പോൾ ഞങ്ങളത് എൻ്റെ മുകളിൽ കൂടെ നടക്കുന്നു. അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്യാമറയിൽ പകർത്തുന്നു. ഇറ്റ്സ് റിയലി വെരി ബ്യൂട്ടിഫുൾ. ബോട്ടിങ്ങിന് പോകണമെങ്കിൽ പോകാം കേട്ടോ. ഞങ്ങൾക്ക് ടൈമില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ആ വ്യൂ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ശരിക്ക് നല്ല രസമല്ലേ? കാര്യം മരങ്ങളൊക്കെ ഇത് കണ്ട ഒരു ഭയങ്കര അതാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അടുത്ത് പോലും പോകാൻ പേടിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു മൂന്നാറിന്. ഗുഡ് ബൈ ടു മൂന്നാർ ആൻഡ് വി ആർ ബാക്ക്. പോകുന്ന വഴി സമയത്ത് ട്രാഫിക് ഉണ്ടായിരുന്നു. സോ പ്ലീസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കുറേ വീഡിയോസുകൾ കാണണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ടു സപ്പോർട്ട് മൈ ചാനൽ മല്ലു ഫ്രം നോർത്ത്.